നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അബ്ദുൾ റസാഖ് ഗണ എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയും ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയും വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഈ സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ആക്ച്വലി അബ്ദുൾ റസാഖ് ഗണ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിനൗൺഡ് ആയിട്ടുള്ള നോവലിസ്റ്റാണ്, അക്കാഡമീഷ്യനാണ്. അദ്ദേഹം ടാൻസാനിയയിൽ 1949 ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സിവിൽ കോൺഫ്ലിക്റ്റുകളിലും കാര്യങ്ങളിലൊക്കെ ഭാഗമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2021 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻ്റർവ്യൂ ഓൾറെഡി അത് മിസ്മാച്ചിങ് ആണ്, കറക്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അല്ല എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ അതിൻ്റെ PDF വേറെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു PDFിലത്തെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ. അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ സമ്മറി ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടെക്സ്റ്റ് ബുക്കിലത്തെ സംഭവമല്ല, കാരണം നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ PDF വന്നിട്ടുണ്ട്. അപ്പം ആ ചാപ്റ്ററിൻ്റെ ഒറിജിനൽ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഏർലി ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിനെ കുറിച്ച്, ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ജനിച്ചതിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നാടിനെക്കുറിച്ച്, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അബ്ദുൾ റസാഖ് ഗണ വാസ് ബോൺ ഇൻ സാൻസിബാർ ആൻഡ് ഗ്രൂ അപ്പ് ഇൻ ദ കോസ്മോപൊളിറ്റൻ എൻവയൺമെൻറ്റ്. സാൻസിബാറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റീകോൾസ് എ ചൈൽഡ്ഹുഡ് ഹോം വിച്ച് വാസ് ക്ലോസ് ടു ദ ഹാർബർ ആൻഡ് ദ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് ദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടിനെ കുറിച്ച്, അപ്പോൾ അവിടെ ഒരു ഹാർബറിന് അടുത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ആളുകൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന ആളുകളുടെ ഇടയിലുള്ള ജീവിതത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് സാൻസിബാറിൽ നിന്നും UK അദ്ദേഹത്തിൻ്റെ ജേർണിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 18 ഗണ ലെഫ്റ്റ് സാൻസിബാർ ആൻഡ് ട്രാവൽ ടു ദ UK. 18 വയസ്സാകുമ്പോഴാണ് അദ്ദേഹം സാൻസിബാർ വിട്ടിട്ട് UK പോകുന്നത്. വെറി സെറ്റിൽഡ് ആൻഡ് ബിഗാൻ ടു റൈറ്റ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം സെറ്റിൽഡ് ആയിട്ട് അങ്ങനെ എഴുതാനൊക്കെ തുടങ്ങുന്നത്. ഹി റീകോൾസ് ദ എക്സ്പീരിയൻസ് ഓഫ് അറൈവിംഗ് ഇൻ എ ന്യൂ കൺട്രി ആൻഡ് നാവിഗേറ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഇമിഗ്രേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു സ്ഥലത്ത്, പുതിയൊരു കൾച്ചർ, പുതിയൊരു ടൈപ്പ് ഓഫ് ആളുകളുടെയൊക്കെ ഇടയിൽ പോയിട്ട് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കോംപ്ലക്സിറ്റികൾ, അല്ലെങ്കിൽ ആ ഒരു ഇമിഗ്രേഷൻ കൊണ്ട് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെയും അദ്ദേഹം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗണാസ് റൈറ്റിംഗ് കരിയർ ബിഗാൻ ആസ് എ വേ ടു പ്രോസസ് ഹിസ് എക്സ്പീരിയൻസസ് ആൻഡ് റിഫ്ലക്ട് ഓൺ ഹിസ് പാസ്റ്റ്. അപ്പോൾ അദ്ദേഹം എഴുത്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലത്തെ എക്സ്പീരിയൻസുകൾ, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു റിഫ്ലക്ഷൻ പോലെ, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം പോലെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹി വാണ്ടഡ് ടു റൈറ്റ് അബൌട്ട് വേർ ഹി കെയിം ഫ്രം ആൻഡ് ദ പീപ്പിൾ ഹി ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചിരുന്നതൊക്കെയും അദ്ദേഹം എവിടെ നിന്നാണ്, നമ്മൾ പറയില്ല, നമ്മൾ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന, നമ്മൾ പാസ് ചെയ്ത് വന്ന വഴികൾ ഏതൊക്കെയാണ്, നമ്മുടെ ലൈഫിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ലൈഫിലെ എക്സ്പീരിയൻസുകൾ, ആളുകളെക്കുറിച്ച്, അതിലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം അധികവും സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടായിരുന്നത്. ഹിസ് നോവൽസ് ഓഫൺ ഫോക്കസ് ഓൺ ദി ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആൻഡ് ദെയർ സ്ട്രഗിൾസ് വിത്ത് ട്രോമ. അദ്ദേഹത്തിൻ്റെ വർക്ക് ഇതുപോലെ വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരായ ആളുകളിൽ അവരുടെ സ്ട്രഗിൾസ്, അവരനുഭവിക്കുന്ന ട്രോമകൾ, അവർ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൽ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫീലിംഗ്, ഇമിഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതായത് ഇവിടുത്തെ പൗരത്വമാണോ അവിടുത്തെ പൗരത്വമാണോ, എവിടെയാണ് ഞാൻ ഡൈജസ്റ്റ് ആയി പോകേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചൊക്കെയും അദ്ദേഹത്തിൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം മറ്റുള്ളവരുടെ കഥാപാത്രങ്ങളാക്കിയിട്ടുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി ഇൻഫ്ലുവൻസസിനെ കുറിച്ചാണ് പറയുന്നത്. ഗണ മെൻഷൻ സെവറൽ ലിറ്റററി ഇൻഫ്ലുവൻസസ് ഇൻക്ലൂഡിംഗ് ഓൾസോ ഇൻക, VS നായ്പോൾ, JM കോയറ്റ്സി, നഡാൻ ഗോഡിമർ ആൻഡ് ടോണി മുറിസൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരുപാട് അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റ് എഴുത്തുകാരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇവരൊക്കെയാണ് വരുന്നത്. വോൾസോയിങ്ക വരുന്നുണ്ട്, VS നായ്പോൾ വരുന്നുണ്ട്, JM കോയറ്റ്സി വരുന്നുണ്ട്, നഡാൻ ഗോഡിമർ വരുന്നുണ്ട്, ടോണി മുറിസൺ വരുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഹി അഡ്മയർസ് ദെയർ വർക്ക് ആൻഡ് ഹാസ് ടോട്ട് സം ഓഫ് ദെയർ നോവൽസ് ഇൻ ഹിസ് അക്കാഡമിക് കരിയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള റൈറ്റേഴ്സിൻ്റെ ഒക്കെ വർക്കുകൾ അദ്ദേഹം ഒരുപാട് ആരാധിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കരിയറിലൊക്കെ അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം
ഒരുപാട് ഇഷ്ടമുള്ള അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കമ്പാഷൻ ആൻഡ് എമ്പതി, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള മനുഷ്യന്മാരോടുള്ള സഹാനുഭൂതിയെ കുറിച്ച് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഗാന എംഫസൈസസ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാഷൻ ആൻഡ് എമ്പതി ഇൻ ഹിസ് റൈറ്റിംഗ്. ഹി ബിലീവ്സ് ദാറ്റ് പീപ്പിൾ ഹാവ് എ കപ്പാസിറ്റി ഫോർ കൈൻഡ്നെസ് ആൻഡ് ദിസ് ഈസ് ഓഫൺ ഓവർലുക്ക്ഡ് ഇൻ ഫേവർ ഓഫ് മോർ സെൻസേഷണൽ ഓർ ഡ്രമാറ്റിക് നറേറ്റീവ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ മറ്റു മനുഷ്യരോട്, സഹജീവികളോട് അല്ലെങ്കിൽ മറ്റ് ജീവികളോടെല്ലാം ഒരു കമ്പാഷനും എമ്പതി ആവശ്യമുണ്ട്, ഒരു സഹാനുഭൂതിയുടെ ആവശ്യമുണ്ട്. എമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് എന്താ പറയുക, സിമ്പതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് എമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ സിമ്പതി തോന്നിയപ്പോഴാണ് ഒരാളെ ഒരു കഷ്ടം പിടിച്ചൊരവസ്ഥ കാണുമ്പോൾ നമ്മൾ പാവം എന്ന് തോന്നുന്നതാണ് സിമ്പതി. അതേസമയം എമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരാൾക്ക്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ആവുന്ന അതേ പെയിന് അതേപോലെ നമുക്കും ഫീൽ ആവുക, നമുക്കത് മനസ്സിലാവുകയാണ്. മേ ബി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും പാസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതേപടി ആ ഒരു ഫീലിങ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതിനാണ് നമ്മൾ എമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ സഹാനുഭൂതി, ഒരു എമ്പതിയൊക്കെ മറ്റുള്ളവരുടെ അടുത്ത്, നമ്മുടെ സഹജീവികളോട് അവരുടെ അടുത്ത് അത് ഫീൽ ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതൊരിക്കലും എന്താവരുത് സെൻസേഷണൽ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടൊന്ന് പൊലിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ വൈറലാവാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ടിയിട്ടാവരുത്. നമ്മുടെ മെൻ്റലി നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ അടുത്ത് ഈ പറഞ്ഞ കമ്പാഷനും എമ്പതിയൊക്കെ ഫീൽ ആവേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം നോബൽ പ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗാന വാസ് awarded the നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 2021 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഹി ഡിസ്ക്രൈബ്സ് എക്സ്പീരിയൻസ് ആസ് എ ഗ്രേറ്റ് ഹോണർ ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ഹിസ് വർക്ക്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ട്, ഒരു തിരിച്ചറിവായിട്ട്, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ ഇടയിൽ തിരിച്ചറിയപ്പെടാൻ കിട്ടിയ ഒരു അവസരമായിട്ടൊക്കെ അദ്ദേഹം അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹി അക്നോളജസ് ദാറ്റ് ദ പ്രൈസ് ഹാസ് ബ്രോട്ട് ന്യൂ അറ്റൻഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു പുതിയ എന്താ പറയുക ഒരു അവാർഡ് കിട്ടി എന്നതിലുപരി എനിക്കിത് പുതിയൊരു അറ്റൻഷൻ, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു തിരിച്ചറിയാനുള്ള ഒരു അറ്റൻഷൻ കിട്ടാനുള്ളൊരു അവസരം, അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബട്ട് ഹി ഈസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ഹിസ് റൈറ്റിംഗ് വിത്ത് എ വൈഡർ ഓഡിയൻസ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ച, റൈറ്റിംഗ് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹം ഒരുപാട് കടപ്പാടും കാണിക്കുന്നുണ്ട്. അത്തരത്തിലെ നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദ കൺവെർസേഷൻ കൺക്ലൂഡ്സ് വിത്ത് ഗാന റിഫ്ലക്റ്റിംഗ് ഓൺ ദി പവർ ഓഫ് സ്റ്റോറീസ് ടു ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ആൻഡ് അവർ പ്ലേസ് ഇൻ ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഉപയോഗിച്ച് അതിൽ നിന്ന് എഴുതിയിട്ടുള്ള വർക്കുകൾ, മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള മറ്റുള്ള റൈറ്റേഴ്സിൻ്റെ വർക്കിൽ നിന്നൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇത്തരത്തിൽ കഥകളുടെ പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന അത്രയും വലുതാണ്. അതായത് മറ്റുള്ളവർക്ക് ലോകം എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലുള്ള നമ്മുടെ സ്ഥാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ പവർ ഓഫ് സ്റ്റോറീസിന് നല്ലൊരു കഴിവുണ്ട്. സ്റ്റോറീസിൻ്റെ പവറിന് ഒത്തിരി എന്താ പറയുക, അത്രയും പവർഫുൾ ആയിട്ടൊരു ടൂളാണ് നമ്മൾ റൈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറീസ്. ഹി എക്സ്പ്രസസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ഹിസ് തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ദ ഓഡിയൻസ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം, അതായത് ഈ ഓഡിയൻസുമായിട്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിച്ചതിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അദ്ദേഹം പറയാനായിട്ട് മറന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് വരുന്ന കുറച്ച് സെക്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു.